എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ നമ്മൾക്ക് ഒരു റിക്വസ്റ്റിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു കുറച്ച് പേര് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വേറെ പുറത്ത് ജോലിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം കുട്ടികളെ നോക്കാൻ ആളില്ല, ക്ലാസ്സിൽ പോകുന്നവരെ കുട്ടികൾ നോക്കാനായിട്ട് ആളില്ലാത്തതുകൊണ്ട് ജോലിക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പം എന്നോട് ചോദിച്ചു, ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് ഈ ചെടികൾ സെയിൽ എന്ന് പറയുന്നത്. അപ്പം വീട്ടിലിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം ചേച്ചി, അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നിങ്ങളെപ്പോലെ ഒത്തിരി പേര് ഇതേപോലെ അറിയാൻ വേണ്ടിയിട്ട് ചിലർ പറയും, ചിലർ പറയില്ലല്ലോ, മനസ്സിലുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യണത് നമ്മുടെ ഈ ചെടികളൊക്കെ നമ്മൾ നട്ട് വളർത്തിയിട്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ നട്ട് വളർത്തിയിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യണേ. ഞാനിങ്ങനെ ചെടികൾ ഇറക്കിയിട്ടല്ല സെയിൽ ചെയ്യണേ. അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർ ഇറക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യാൻ നമുക്ക് സമയമൊന്നുമില്ല. അപ്പം നമ്മൾ ചെടികൾ വാങ്ങും, പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ ചെടികൾ അതിൻ്റെ തൈകളൊക്കെ നട്ട് നമ്മൾ തന്നെ നട്ടുണ്ടാക്കും. അപ്പോൾ നമുക്ക് വിശ്വാസമായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ നട്ടുണ്ടാക്കുന്ന ചെടികളാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഒരാൾക്ക് കൊടുക്കാം. വാങ്ങുന്ന ചെടികൾ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് അറിയില്ല. ചെടി ഉണങ്ങി വാടിപ്പോവെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പോട്ടി മിക്സ് നമ്മൾ നടന്ന ചെടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ആത്മാർത്ഥത വേണം. അതാണ് ഏറ്റവും വലുതട്ടാ. ആത്മാർത്ഥ ഇല്ലാണ്ട് ഈ ജോലിയെന്ന് മാത്രമല്ല എന്ത് ജോലിയായാലും നമ്മൾ ആത്മാർത്ഥയില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിനോട് ആത്മാർത്ഥ വേണമെന്ന്. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഇതിനോട് ഒരു ഹോബി ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവണം ചെയ്യാനായിട്ട്. ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരുപാട് പൈസകൾ നമുക്ക് കൈ കിട്ടില്ല. പൈസ കിട്ടാണ്ടാവുമ്പോൾ നമ്മൾക്ക് അയ്യോ അത് പൈസ കിട്ടില്ല, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതിനോട് ശരിക്കും ഒരു ഹോബി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം അപ്പം നമ്മൾക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് പൈസ നമുക്ക് പ്രശ്നമാവില്ല. അത് പിന്നീട് ശരിയാവും, കിട്ടുമല്ലോ, പിന്നീട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാവും. ആദ്യം നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. പിന്നെ നമ്മൾ ബിസിനസ് പഠിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് നമുക്ക് ഒരു വിശ്വസ്തത വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമേഴ്സിനോട് നമ്മൾ വിശ്വസ്തത പുലർത്തണം. കാരണം ഒരു ചെടി കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന ഡേറ്റ് തന്നെ നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം കേട്ടോ. അത് കറക്റ്റായിരിക്കണം. അഥവാ അന്ന് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പിൽ എങ്ങനെ അവരെ അറിയിക്കണം. അത് ചെടിയിൽ നിന്ന് വിടാൻ പറ്റില്ല എന്ന് നമ്മൾ അറിയിക്കണം. കാരണം അവരവിടെ നോക്കി ഇപ്പം നമ്മളതിന് ചെടി വാങ്ങാനായിട്ട് പൈസ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈസയ്ക്ക് വേണ്ടി അല്ല, ചെടിക്ക് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുകയായിരിക്കും. ചെടി എത്ര പെട്ടെന്ന് കാണാനുള്ള ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നോക്കിയിരിക്കുകയായിരിക്കും ഇന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയായിരിക്കും. അപ്പോൾ അത് നമ്മൾ അവരോട് കറക്റ്റ് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തെ അയക്കണം. അയച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയണം അവരോട് ഇന്ന് അയക്കാൻ പറ്റില്ല, അതുകൊണ്ട് അടുത്ത ദിവസം. അപ്പോൾ അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളൊരു റേറ്റ് ഇടാം. നമ്മുടെ ചെടികൾക്ക് നമുക്കൊരു റേറ്റ് ഇടാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കാം നമ്മുടെ ചെടികൾക്ക് ഇത്ര രൂപ എന്ന് നമ്മൾ പറയേണ്ടതാണ്. അതൊക്കെ ഓക്കെ ആണെങ്കിൽ തന്നെയും ചില ചെടികൾക്ക് ഒരു മാർജിൻ ഉണ്ടാവും. അപ്പം ആ വില കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെടികൾ ഒറ്റ പ്രാവശ്യമാണ് അവർ മേടിക്കുള്ളൂ. ചെടിയോടുള്ള ആ ഒരു താല്പര്യം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒറ്റ പ്രാവശ്യം ചെടി മേടിക്കുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചെടി ആരും മേടിക്കാൻ ഇടവരില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെടി നമ്മൾ നട്ടുണ്ടാക്കുന്നതിന് നമ്മൾ ഇത്ര രൂപ എന്നുണ്ടല്ലോ, അപ്പം അത് ഇടണം. പിന്നെ അവരുടെ നമ്മൾ കൊറിയർ ചാർജ് കൂടി നമ്മൾ ഉൾപ്പെടുത്താണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം അവർക്ക് ചെടി കൊടുക്കാനായിട്ട്. കാരണം അവർ ഒരു ചെടി നഴ്സറി പോയി മേടിക്കണേക്കാളും ലാഭത്തിന് കിട്ടുന്നത് കൊണ്ടാണ് എന്തായാലും നമ്മുടെ നിന്ന് ചെടികൾ ഓൺലൈനിൽ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അതിനേക്കാളും ഒരു അല്പം നമ്മൾ കുറച്ച് കൊടുക്കണം. കാരണം നമുക്ക് നഴ്സറി നടത്തുന്നതിന് വാടക വേണ്ട, വേറൊന്നും വേണ്ട. അപ്പം നമ്മൾക്ക് അത് കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് നമ്മളോടുള്ള ഒരു താല്പര്യം വരും കസ്റ്റമേഴ്സിന്. അത് കൊള്ളാം, കുഴപ്പമില്ല, ആ സെല്ലർ നല്ലതാണ്, ചെടി വില കുറച്ച് നമുക്ക് തരുന്നുണ്ട് എന്ന് അവർക്കൊരു മനസ്സിലൊരു തോന്നൽ വരും. അപ്പോൾ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ചെടി നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു എന്നിരിക്കട്ടെ കേട്ടോ.
അപ്പോൾ ഈ ചെടി പാക്ക് ചെയ്ത് അയക്കുമ്പോൾ നമ്മൾ വിളിച്ച് അവരോട് പറയണം, ഞങ്ങൾ ചെടി അയക്കുന്നുണ്ടെന്ന് വിളിച്ച് പറയണം. അപ്പോൾ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ ഇന്ന് അയക്കുമെന്ന് പറയണം. അപ്പോൾ അയക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെടി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളത് ഒന്ന് വാട്സപ്പിലായാലും തലേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്ന് വിളിച്ച് നമ്മളൊന്ന് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. അതാണ് 5ാമത്തെ കാര്യം. അപ്പോഴാണ് ഒരു പക്ഷേ ഇപ്പോൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെടി കയറ്റി വിട്ടുകൊണ്ട് വിളിക്കുന്ന സമയത്ത് അവർക്ക് ചെടി എടുക്കാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോവും. ഞാൻ ഇതുവരെയും പെറ്റ് സർവീസ് ചെയ്തിട്ടില്ല. അപ്പോൾ പെറ്റ് സർവീസ് നടത്തുന്നവരോട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ അനുഭവം കൂടിയാണ്. അപ്പോൾ പെറ്റ് സർവീസ് നടത്തുകയാണെങ്കിൽ അവർ ചെടി കയറ്റി വിടുന്നതിന് മുമ്പ് ആ കസ്റ്റമേഴ്സിനെ വിളിച്ച് ആ ചെടി അവർക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വേണം ചെടി കയറ്റി വിടാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ചെടി കയറ്റി വിട്ടു, എൻ്റെ ബാധ്യത കഴിഞ്ഞു എന്ന് വെച്ച് നമ്മൾ നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മുടെ ചെടിയാണിത്, നമ്മുടെ ഒരു കൊച്ചിനെ നമ്മൾ വളർത്തി വിടുന്ന പോലെയാണ്. അപ്പം നമ്മൾ ആ ചെടി നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് എത്തുന്നവരേക്കും നമ്മൾക്കും കൂടി അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ആ വ്യക്തി ആ ചെടി മേടിക്കുന്നവരെ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ചെടി മേടിച്ചോ കിട്ടിയോ എന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഇതൊത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയ മാത്രമാണ് നമ്മൾക്കൊരു ബിസിനസ് കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾക്ക് ഇതിനകത്ത് ഇത് ജോലി ചെയ്യാനായിട്ട് ചെണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് നമ്മൾ ജോലി ചെയ്യണം. അല്ലാതെ നമ്മൾ ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വല്ലയിടത്തും കയറി ഇരിക്കുകയോ കിടക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ എനിക്കിത് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണത് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാതെ ചിലപ്പോൾ കുടിക്കുക ചിലപ്പോൾ കുടിക്കില്ല. എന്നാലും ഞാൻ എൻ്റെ ചെടികളിലേക്കാണ് എൻ്റെ ശ്രദ്ധ. ഞാൻ എൻ്റെ ചെടികളുടെ അടുത്ത് വന്ന് നോക്കി കണ്ട് എല്ലാവരെയും ശ്രദ്ധിച്ച്. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ അടികിനെത്തുമ്പോൾ ഒരു വലിയ ആഫ്രിക്കൻ ഒച്ച് ഇരിക്കുകയാണ്. അപ്പം ഞാനത് വന്നത് കൊണ്ട് മാത്രമാണ് അത് കണ്ടത്. വേഗം അതിനെ പിടിച്ച് ഉപ്പിലിട്ട് അതിനെ കൊന്നു കളഞ്ഞു. അപ്പോൾ അതേപോലെ നമ്മൾ 2 നേരവും ഞാൻ എത്ര വൈകി വന്നാലും ഞാൻ എൻ്റെ ചെടികളുടെ അടുത്ത് വന്ന് നോക്കി അവരെയൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഞാൻ അകത്ത് കയറാനുള്ളൂ. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ ഇപ്പം ചായ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് തളർച്ച വരും. അപ്പം നമ്മൾ ചെടികൾ നോക്കില്ല. ഇരുട്ടാവണേക്ക് മുമ്പ് ഞാൻ ചെടികളെ കണ്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അകത്തേക്ക് കയറാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ ചെടി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാതെ അവരും ഇവരൊക്കെ സെയിൽ ചെയ്യണ കണ്ടുകൊണ്ട് നമ്മൾക്കും ചെയ്യാലോ കുഴപ്പമില്ല എന്ന് വെച്ചുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്നും നടക്കില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പാലിച്ചു പോരണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ചെടി ബിസിനസ്സായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ചെടി ബിസിനസ് മാത്രമല്ല, എന്ത് ബിസിനസ്സായാലും ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ജോലി കഴിഞ്ഞ് വന്ന വഴി ചെയ്യാൻ പോണത് ഇരുട്ടനേക്ക് മുമ്പ് ചെയ്യാൻ പോണ ഒരു ജോലി എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ചെയ്ത് തീർത്താലാണ് എനിക്ക് സമാധാനമായിട്ട് അകത്ത് കയറി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെൻ്റെ റെഡ് ട്രൈഡൽ വേവാണ്. ഇതെനിക്ക് ഇരിങ്ങാലക്കുടയിലെ ആനി ചേച്ചി തന്ന ചെടിയാണ് കേട്ടോ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പൂട്ട് നിറച്ച് ഇങ്ങനെ തൂങ്ങി കിടക്കുക, നിറച്ചുണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 350 പറഞ്ഞിട്ട് ഞാൻ 350 എടുത്ത ചെടിയാണ്. ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് കണ്ടെടുക്കാൻ പറ്റി. ഇപ്പം മദർ പ്ലാന്റ് ആയിരുന്നു അവിടുത്തെ. അപ്പം ഞാൻ ചെറിയ തൈയാണ് ചോദിച്ചത് ഇതിൻ്റെ. അപ്പോൾ അനുചേച്ചി പറഞ്ഞു, മോളെ നീ സെയിൽ ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഈ വലിയ പോട്ട് കൊണ്ടുപോയിക്കോ, നീ എനിക്ക് 350 രൂപ തന്നായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അവരുടെ അത് കുറേ ചെടിയൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹബന്ധൻ്റെ പേരിൽ എനിക്ക് 350 രൂപയ്ക്ക് ചെടി തന്നു. ഞാൻ എടുത്ത് പോരാൻ നേരത്തെ ആ ചേച്ചി 300 രൂപ എന്നോട് മേടിച്ചോളൂ. ആ ചെടി കൊണ്ടുവന്നിട്ടേ 12 ദിവസം ആയിപ്പിക്കും. അത് ഞാൻ കുറച്ച് നട്ടുവിട്ട് വേറെ പറിച്ച് നട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം നട്ട് കാണിച്ചായിരുന്നു. അതുകൊണ്ടാ ഒത്തിരി തൈകൾ എനിക്ക് അന്ന് പിടിപ്പിക്കാൻ പറ്റിയിട്ടോ. ട്രൈഡൽ വേവ് റെഡാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ട്രൈഡൽ വേവ് റെഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബീട്രൂട്ട് പെട്രോൾ എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം ഞാനിതേ ഈ പോട്ടുകളിലാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ പോട്ടുകളിലാണ് നമ്മൾ നട്ടുവയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വേര് പിടിച്ച് ചെടിയായിട്ട് 12 ദിവസം കൊണ്ട് ഇത്ര ആയിട്ട് ചെടികൾ. അപ്പോൾ ഈ ചെടിക്ക് ഒരുപാട് നമ്മൾക്ക് ഈ ചെടിക്ക് ഉണ്ടാകും. നമ്മൾ എന്നും നോക്കണം ഈ ചെടിയെ പറ്റിയിട്ട്. ഒരുപാട് അധ്വാനം ഉണ്ട് കേട്ടോ. അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ശാരീരിക അധ്വാനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മാനസിക അധ്വാനം ശരിക്കുണ്ട് ചെടികളിൽ. ശാരീരികമായിട്ടുള്ള അധ്വാനം ഈ പിറ്റോണി ചെടിക്ക് കുറവാണ്. നമ്മൾ ഇതിനു വേണ്ടി സമയം ചിലവാക്കണം. 2 നേരം 3 നേരം നോക്കി അത്ര നല്ലതാണ്. ഇതിൻ്റെ ഒരു ഇല വാടി നിൽക്കുകയുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് കളയണം. അല്ല അതുമ്പോൾ നിർത്തി കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് ഫംഗസ് പിടിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ 12 ദിവസം കൊണ്ട് ഈ ചെടികൾ ഇത്ര ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇത്ര ആയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ നടാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അപ്പോൾ അതെ ഞാനിപ്പോൾ അതെ ഈ ചെടി നടാൻ പോണ പോട്ടി മിക്സിനെ പ്രത്യേകം ഒന്നും കാണിക്കണില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പോട്ടി മിക്സ്, വളമൊക്കെ ചേർത്ത പോട്ടി മിക്സാണ്. അതിനകത്ത് ഞാൻ പിന്നെ വേറെ ചെയ്തേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മണൽ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങളോട് ഞാൻ സൂത്രം പറഞ്ഞുതരാം. ഞങ്ങളുടെ വഴിയിൽ ഇങ്ങനെ മഴയത്ത് ഒലിച്ച് വന്ന് കിടക്കണ മണലുണ്ടായിരുന്നു. മഴയത്ത് ഒലിച്ച് വന്നത്, ആ മണൽ ഞാൻ കുറച്ച് കോരി എടുത്തു തന്നെ അത് ചേർത്തുണ്ട് കേട്ടോ. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ എംസാൻഡ് കഴുകി അതിൻ്റെ പുളിപ്പൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും. അങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതിനകത്ത് നിറയ്ക്കും, കുറച്ചിടാൻ കേട്ടോ മണ്ണ്. അരപ്പാത്രം മണ്ണ് ഇട്ടിട്ട് നമ്മൾ ചെടി വെക്കാൻ കേട്ടോ. അപ്പം അതെ നമ്മൾ ഇതൊക്കെ പറിച്ച് നടാൻ കേട്ടോ. ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനിത് എന്നോട് ആ ചേച്ചി പറഞ്ഞു വിട്ട്, മോള് ചെല്ലുമ്പോൾ തന്നെ ഇത് ചെടി ഇങ്ങനെ നോക്കണ്ട, ഇത് അങ്ങനെ തന്നെ പറിച്ച് നടണം, എന്നാലാണ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ വേരൊക്കെ ഇത്ര വേര് വന്ന് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. ഞാൻ വേര് മുറിച്ച് നട്ടതാണിത്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ മണ്ണ കളഞ്ഞതാണ് കേട്ടോ. ഇതാണ്ടോ ഇത്രയും വലുതായി. വെറും 12 ദിവസം കൊണ്ട് ചെടി ഇത്രയും വലുതായി കേട്ടോ. നമ്മൾ നട്ട് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, നമ്മൾ സാഫ് കലക്കിയിട്ട് നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. 2-3 ദിവസത്തേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം അല്ലെങ്കിലും എന്നും നമ്മൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോഴും നല്ലത്. നമ്മളിങ്ങനെ ഓരോ പോട്ടിൽ നമ്മൾ നട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് 8 തൈ നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിത് 300 രൂപയ്ക്ക് മേടിച്ച ചെടിയാണെങ്കിലും നമ്മളിത് ഇപ്പം 8 നമ്മൾ നട്ടു കേട്ടോ. പിന്നെ ഇനിയും തൈകളിനകത്ത് നടാനുണ്ട്. ഞാൻ വലുത് പറിച്ച് നട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ എത്രയൊക്കെ ചെയ്യുള്ളൂ. ഇപ്പം ജോലി കഴിഞ്ഞ് വരുന്നതല്ലേ, മടുത്ത് വന്നാണല്ലോ. ഇനി അടുത്ത ദിവസമാണ് നമ്മളിത് ബാക്കി ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പം 300 രൂപയ്ക്ക് മേടിച്ചാൽ നമുക്ക് ഇത്ര തൈകൾ നമുക്ക് കിട്ടി. അതുകൂടാതെ നമ്മൾ എന്താ ചെയ്യുന്നത് പറയുമ്പോൾ, നമുക്ക് ഈ 300 രൂപയ്ക്ക് മേടിച്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല. നമ്മളതിന് വേണ്ടി പണിയെടുക്കണം. പണിയെടുത്ത് അതുമ്പോൾ നോക്കിയിട്ട് നമ്മളത് നട്ട് കേടുവരാതെ സൂക്ഷിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്ര തൈകൾ ഉണ്ടായത്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ നമുക്ക് വെറുതെ ഒന്നും നമ്മൾ ഇങ്ങനെ കൊണ്ടു വെച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഇതിനോട് കൂടുതൽ ചേർന്നൊന്ന് നമ്മൾ ചെടികൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതേ, ഇതിങ്ങനെ നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് നട്ടുമല്ലോ, നട്ട് കഴിഞ്ഞ് വേര് പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടി ഇലയൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ വരും നമുക്ക്. അപ്പം ഇതിൻ്റെ കൂമ്പ് അടുത്ത് നമ്മൾ വേറെ നടണം. അല്ലെങ്കിൽ അപ്പം രണ്ടുണ്ട് ഗുണം, ഇതിൻ്റെ തൈകൾ നമുക്ക് പോവേയില്ല. ഇതിങ്ങനെ അടത്തിയെടുക്കുമ്പോൾ വേറെ ഇതെല്ലാം പൊട്ടി നല്ല തിക്കായിട്ട് നിറച്ച് വരും, ചട്ടി നിറച്ച് വരും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലൈറ്റായിട്ട് സാഫ് നമ്മൾ കുപ്പിയിലെടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. വെള്ളം ഒരിക്കലും ഒന്നിച്ച് കടക്കിലേക്ക് ഒഴിക്കരുത്. സ്പ്രേ ചെയ്ത് കൊടുത്ത് നമ്മൾ വളർത്തണം ഇതിനെ. പിന്നെ സാഫൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ കെമിക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.